നമുക്ക് നേർച്ച ഉണ്ടാക്കുന്നത് കരിങ്ങാച്ചിറക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമാണ്. ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ തമുക്ക് നേർച്ച എന്ന് പറയുന്നത്. നമുക്കിത് പിടിച്ചു നോക്കാം, അങ്ങനെയാണ് തമുക്കെന്നുള്ള പേര് വന്നത്. പുണ്യപുരാതനമായ കരിങ്ങാച്ചിറ സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ പതിറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ചടങ്ങാണ് തമുക്ക് നേർച്ച. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി 20 തിരുനാളിന് കൊടിയേറുന്ന ആദ്യ ദിനത്തിൽ കരിങ്ങാച്ചിറ പള്ളിയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവരുന്ന തമുക്ക് നേർച്ച ഒരു പ്രതിനിധി സംഘം ബാവായുടെ കബറിങ്കൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് വിതരണം ചെയ്യും. ഞാൻ ഈ പള്ളിയിലെ വികാരി ഫാദർ റിജോ. എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ പള്ളിയിലെ ഭരണകർത്താക്കളാണ്. മലങ്കര സഭ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ ആടി ഉലഞ്ഞപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഐക്യപ്പെട്ട പുണ്യപിതാവാണ് മോർ എൽദോ ബസേലിയോസ് ബാവ. അദ്ദേഹം കേവലം 13 ദിവസം മാത്രമാണ് മലങ്കരയിൽ ജീവിതം നയിച്ചത്. എന്നാൽ ആ 13 ദിവസം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമായ ദിവസങ്ങളായിരുന്നു. അദ്ദേഹം വന്നതറിഞ്ഞ് കരിങ്ങാച്ചിറയിലെ വികാരിയച്ഛനും ഭരണകർത്താക്കളും ചേർന്ന് പഴവും ശർക്കരയും അരിപ്പൊടിയുമെല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഒരു പലഹാരം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അത് നന്നേ ബോധിച്ചു എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നേർച്ചയായി അദ്ദേഹത്തിന് വഴിപാടായി കൊടുത്തതിൻ്റെ സ്മരണാർത്ഥം ഇന്ന് കോതമംഗലം പള്ളി പെരുന്നാൾ ആരംഭിക്കുന്ന ഈ ദിവസത്തിൽ പ്രാർത്ഥനയോടും നോമ്പോടും കൂടി ബാവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന മധ്യസ്ഥതയോടുകൂടി അനേകർ ചേർന്ന് ഇന്ന് ഇവിടെ വെച്ച് തമുക്ക് തയ്യാറാക്കി ഏകദേശം കൊടികേറുന്നതിന് മുമ്പ് ദേവാലയത്തിന്റെ വികാരിമാരും പ്രതിനിധികളും ചേർന്ന് ബാവായുടെ കബറിങ്കൽ ഇന്ന് സമർപ്പിക്കുന്നു. എൻ്റെ പേര് KC ജോസഫ്. ബാവ ഇവിടെ വന്നപ്പോൾ ബാവയ്ക്ക് കാഴ്ചയായിട്ട് പഴവും അവലോസ് പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സറായിട്ട് വേഗം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അപ്പോൾ ബാവ നമുക്കിത് പിടിച്ചു നോക്കാം, അങ്ങനെയാണ് തമുക്കെന്നുള്ള പേര് വന്നത്. ബാവയുടെ ഓർമ്മയ്ക്ക് ഇത് കൃത്യമായിട്ട് കരിങ്ങാച്ചിറയുടെ മക്കള് ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ കരിങ്ങാച്ചിറക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ തമുക്ക് നേർച്ച എന്ന് പറയുന്നത്. അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ നമുക്ക് അതിവിശാലമായി തന്നെ കാണാം. എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനമായ ശർക്കരയും തേങ്ങയും വിളയിച്ചത്. ഇന്നലെ വിളയിച്ചതാണ്. ഇതിൽ നിന്ന് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സായ പഴം പൊളിക്കലാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. നമ്മുടെ പള്ളിയിലെ വനിതാ സമാജം, എൽഡേഴ്സ് അസോസിയേഷൻ, യൂത്ത് അസോസിയേഷൻ, അതിലുള്ള എല്ലാവരും കൂടെ ഏറെ ഉത്സാഹത്തോടു കൂടിയാണ് ഈ പഴം പൊളിക്കലും അതിന്റെ അരിയലും എല്ലാം ചെയ്യുന്നത്. ഏകദേശം 500 കുലയോളം പഴങ്ങളാണ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ തമുക്കിന്റെ അവസാനത്തെ പ്രോസസ്സാണ് നമ്മളിവിടെ കാണുന്നത്. തേങ്ങയും ശർക്കരയും വിളയിച്ചതും അരിഞ്ഞു വെച്ച പഴവും പിന്നെ നമ്മുടെ അരി പൊടിച്ചതും ജീരകവും ഏലക്കയും ചുക്കും പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തമുക്ക് റെഡിയായി. നമ്മൾ അവിടെ തയ്യാറാക്കി വെച്ച ഏകദേശം 500 കിലോയോളം വരുന്ന നമ്മുടെ തമുക്ക് നേർച്ച അതിഗംഭീരമായി നമ്മളിതേ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ കാഴ്ചകളാണ് എന്റെ പിന്നിൽ കാണുന്നത്. നാനാജാതി മതസ്ഥര് ഇവിടെ വന്ന് പൈസ സമർപ്പിക്കുകയും ഈ വഴിപാട് വാങ്ങിച്ച് സമർപ്പിക്കുകയും അവർ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഞങ്ങള് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ തൃപ്തികരമാണ്.